ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു ഹൈറിച്ചിൻ്റെ അപ്പീലിലുള്ള വാദം നടന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ബാങ്കുകളെല്ലാം അവരുടെ അവരുടെ കയ്യിലുള്ള എമൗണ്ട് എല്ലാം SBIയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വളരെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു നീക്കം തന്നെയാണ്. നമ്മുടെ കമ്പനി ഹൈറിച്ച് കമ്പനി ശ്രമിച്ചിരുന്നത് ഇവരുടെ കറണ്ട് അക്കൗണ്ടിലുള്ള എമൗണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക, ഫ്രീസ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന രീതിയിലാണ് ഈ ഒരു IA കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിനെല്ലാം തന്നെ ഇൻട്രസ്റ്റ് കിട്ടണം, അതിന് 1 വർഷമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് അതിനൊക്കെ ഇൻട്രസ്റ്റ് കിട്ടണം എന്ന രീതിയിലായിരുന്നു ഈ കേസ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ ട്രഷറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന് മുന്നത്തെ ബെഞ്ച് ശ്രമിച്ചിരുന്നത്. എന്നാൽ ട്രഷറിയിൽ ചില സമയങ്ങളിൽ സർക്കാർ നിയന്ത്രണം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് SBIയിലേക്ക്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലേക്ക് മാറ്റാനാണ് അവസാനം തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു മാറ്റുന്നതിനെ, SBIയിലേക്ക് മാറ്റുന്നതിനെയും കമ്പനി വളരെയധികം എതിർത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് കത്തോലിക് സിറിയ ബാങ്ക് അല്ലെങ്കിൽ ഇതേ ബാങ്ക് തന്നെ നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാങ്കുകളൊക്കെ പൂട്ടിപ്പോവും, അവരുടെ 100 കോടി കണക്കിന് രൂപയൊക്കെ വേറെ ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ബ്രാഞ്ചൊക്കെ പൂട്ടിപ്പോവും എന്നാണ് ഈ കമ്പനിയുടെ വക്കീലും അതുപോലെ തന്നെ ലീഡർമാരും ഇവർക്ക് കള്ളത്തരം മാത്രം പറഞ്ഞു കൊടുക്കുന്ന യൂട്യൂബർമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അറിയില്ല ഈ ബാങ്കുകളൊക്കെ പൂട്ടിപ്പോയോ എന്ന് അറിയില്ല. എന്തായാലും 257 കോടി 56,47,984 രൂപ 01 പൈസ എന്തായാലും SBI തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡൗട്ടുള്ളത് ആക്സിസ് ബാങ്കിൻ്റെ പണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ആക്സിസ് ബാങ്ക് മുന്നേ പറഞ്ഞിരുന്നത് നമ്മൾ അത് EDയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി, EDയുടെ അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആയ സമയത്ത് ED ഈ ബാങ്കുകളോടൊക്കെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആക്സിസ് ബാങ്ക് മാത്രമാണ് അത് അനുസരിച്ചിരുന്നത്. അപ്പോൾ ആ എമൗണ്ട്, EDക്ക് കൊടുത്ത എമൗണ്ട് ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബാക്കി ബാങ്കുകൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് അതൊക്കെയാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആക്സിസ് ബാങ്കിൻ്റെ എമൗണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കമ്പനി ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇതിൽ എത്ര ഭാഗം ഇൻട്രസ്റ്റ് ഉണ്ട്, എത്ര ഭാഗം പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, അതിൻ്റെ കണക്കുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് കോമ്പറ്റൻ്റ് അതോറിറ്റിയോട് ചോദിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ അതിനൊക്കെ ജഡ്ജ് പറഞ്ഞിരുന്നത് അതൊക്കെ പിന്നെയാവാം, നമുക്ക് ആദ്യം നിങ്ങളുടെ അപ്പീൽ പരിഗണിക്കാം, നിങ്ങൾ വാദത്തിന് റെഡിയാവൂ, ഞാൻ 24-ാം തീയതിയിലേക്ക് ഈ കേസ് വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം ഈ ഒരു കമ്പനിക്ക് വേണ്ടി കെട്ടിടം കൊടുത്ത മുതലാളി കഴിഞ്ഞ 2 വർഷമായി വാടകയില്ലാതെ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ ഇത് ഞങ്ങളുടെ കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അത് നമുക്ക് അപ്പീൽ കേൾക്കാതെ അതിൽ ഒരു തീരുമാനമാക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിഗ്നേറ്റ് കോടതിയിൽ അപ്പീൽ നൽകാം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 24-ാം തീയതി എല്ലാവരോടും അവരവരുടെ വാദങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്തു തരും എന്നാണ് കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൊസൈറ്റി ലീഡർമാർ പങ്കുവയ്ക്കുന്നത് എന്തായാലും നിക്ഷേപകർക്ക് പൈസ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ പൈസ കിട്ടും, അത് ഏതൊക്കെയാണ് അതിൻ്റെ വഴികൾ, എങ്ങനെയാണ് അവരെ സഹായിക്കുക എന്ന രീതിയിൽ ഞങ്ങൾ റെഡിയാണ് എന്ന രീതിയിലാണ് അവർ ഇപ്പോൾ നമ്മോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവർക്കും മനസ്സിലായി ഇത് എന്തായാലും കമ്പനിക്ക് ഇനി പ്രവർത്തിക്കാനോ കമ്പനിക്ക് 5-ൻ്റെ പൈസ കിട്ടാനോ സാധ്യതയില്ല, എന്തായാലും നിക്ഷേപകർക്ക് പണം
കിട്ടുക എന്ന രീതിയിലാണ് സൊസൈറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർ ഇപ്പോൾ കേസ് കൊടുപ്പിക്കാത്തതും അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാത്തതും ലീഡർമാരായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന രീതിയിലാണ് കേസ് കൊടുക്കുകയോ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് ലീഡർമാർക്ക്, അവരെ ചേർത്ത ലീഡർമാർക്ക് പണിയാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കാത്തത്. എന്തായാലും കമ്പനി അവസാനം പൂട്ടിക്കെട്ടുമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 24-ാം തീയതി ഇനിയിപ്പം കമ്പനി എന്തെങ്കിലും കഴിവ് പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോകുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നിക്ഷേപകരായിട്ടുള്ള ഒരുപാട് പേർ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവരുടെ വക്കീലന്മാരൊക്കെ നല്ല രീതിയിൽ അവരുടെ നിക്ഷേപത്തെ സംബന്ധിച്ചും അവർ ഏത് രീതിയിലാണ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചതെന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനം എന്താണ് എന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും കമ്പനി തിരിച്ചു വരുമെന്ന് ചെറിയൊരു പക്ഷമെങ്കിലും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് അവർക്ക് വീണ്ടും കമ്പനി തുറന്ന് അവർക്ക് പൂളിംഗവും അവർ ഇട്ട 5 ലക്ഷത്തിന് 55 ലക്ഷവും കിട്ടും എന്നൊക്കെയാണ് അവർ ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിക്ഷേപകർക്ക് വേണ്ടി ഹാജരായിരുന്ന വക്കീലന്മാർ ഇതിൽ 257 കോടി രൂപയുണ്ട് സാർ, അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു തുക എടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യൂ, ഇത് അപ്പീൽ പരിഗണിക്കാതെ അതിൽ നിന്ന് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കില്ല, നമുക്ക് ഫൈനൽ ഓർഡർ തന്നെ ഈ മാസം തന്നെ പുറപ്പെടുവിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ EDയുടെ വക്കീൽ അടുത്ത പ്രാവശ്യം എന്തായാലും ഹാജരാവണം എന്ന രീതിയിലാണ്. ഇന്നും EDയുടെ വക്കീൽ ഹാജരായിരുന്നില്ല. അപ്പോൾ EDയുടെ വക്കീൽ അടുത്ത പ്രാവശ്യം എന്തായാലും ഉണ്ടാവണം എന്ന രീതിയിലാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹിയറിംഗ് ആൻഡ് ഡിസ്പോസിന് വേണ്ടി ഈ കേസ് 24-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും 24-ാം തീയതി ആദ്യം തന്നെ ഈ കേസ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെയോ അല്ലെങ്കിൽ ആദ്യ 10ാമത്തെയോ ഒരു കേസായി ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കേസ് നിക്ഷേപകർക്ക് അനുകൂലമായിട്ട് എത്രയും പെട്ടെന്ന് വിധി ഉണ്ടാവട്ടെ, ഈ കോടതിയിൽ നിന്ന് വിധി ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് 3100 കോടി രൂപയാണ് ഈ കമ്പനി മണി ചെയിനിലൂടെ സമാഹരിച്ചത്. എന്നാൽ ഇപ്പോൾ ബാങ്കിൽ വന്നിരിക്കുന്നത് 257 കോടി മാത്രമാണ്. അപ്പോൾ ഇവർ പറയുന്നത് 16 ലക്ഷം ആൾക്കാരുടെ പണമാണ് എന്നതാണ്. അപ്പോൾ ഈ 16 ലക്ഷം ആൾക്കാർക്ക് ഈ 257 കോടി വീതിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല. ചെറിയ തുച്ഛമായ പണം മാത്രമേ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പണം കൂടി കണ്ടെത്തിയാൽ മാത്രമേ ലീഡർമാരും മറ്റുള്ളവരും വീതിച്ചെടുത്ത പണം അല്ലെങ്കിൽ കമ്പനി മറ്റ് ബിനാമികളുടെ പേരിൽ മാറ്റിയിരിക്കുന്ന പണം എല്ലാം കണ്ടെത്തിയാൽ മാത്രമേ OTT ബോണ്ട് എടുത്ത 9,020 ആൾക്കാരാണ് OTT ബോണ്ട് എടുത്തിരിക്കുന്നത്. അത് തന്നെ 481 കോടി രൂപ വരും. അപ്പോൾ OTT ബോണ്ട് എടുത്ത 9,020 ആൾക്കാർക്ക് അവരിട്ട പണവും ചെറിയൊരു ശതമാനം 8% 10% ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ കൂടി മറ്റ് സോഴ്സുകൾ, മറ്റ് ഫണ്ടുകൾ കണ്ടെത്തേണ്ടി വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.